ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് ഇങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളൊന്ന് വെറുതെ അങ്ങനെ പുറത്തോട്ട് കറങ്ങാൻ ഇറങ്ങിയതാ. അപ്പൊ ഞങ്ങളൊന്ന് ഇവിടെ ഒരു പുതിയ തീം പാർക്കാണ്, വാട്ടർ പാർക്കാണ്. അപ്പൊ ഞങ്ങളൊന്ന് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയപ്പോ കുറെ നാളായി ഇങ്ങനെ വന്നപ്പോ വടപുറത്ത്, നിലമ്പൂരിനടുത്തുള്ള വടപുറത്താണിത്. അപ്പൊ ഇങ്ങനെ വരണം എന്ന് ആലോചിക്കുന്ന ഒരു സ്ഥലമാണ്. ഫൺ വില്ലേജ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന് ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീസ് ഒക്കെ ഉള്ളത്. 2 മണി തൊട്ട് 9 മണി വരെയാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. കുറെ റൈഡുകളുണ്ട്, ഓരോന്നിനും വേറെ വേറെ ഫീസാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പറ്റണേനൊക്കെ കയറണം. അപ്പൊ നമുക്ക് ഇനി അകത്തെ കാഴ്ച കാണാം. പാർക്കിംഗ് ഒക്കെ അവിടെ ആയിട്ടാണ്. എല്ലാത്തിനും ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. അവിടെ എന്തൊക്കെ ഉള്ളേന്നൊക്കെ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്. അമ്മ അനിയനും ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും അങ്ങോട്ട് പോവുക. അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. എന്നാ ശരി ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ ഇവിടെ അകത്ത് കയറി വേവ് പൂളിന്റെ അടുത്ത് വന്നു. ഇത് ഓരോ മണിക്കൂർ ഇടവിട്ടാണുള്ളത്. വേവ് പൂള് ഓരോ മണിക്കൂർ ഇടവിട്ടാണുള്ളത്. അപ്പൊ ഇതിനകത്ത് തിരമാലയൊന്നും വന്നിട്ടില്ല. തിരമാലയൊക്കെ വരുമായിരിക്കും. അപ്പൊ നമുക്ക് വേവ് പൂളിൽ കളിക്കാം. ഇപ്പൊ ഇങ്ങ വാ. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, പിള്ളേർക്കൊക്കെ പറ്റിയ ബോട്ടിങ്. അധികം വെള്ളമൊന്നുമില്ല ഇതിനകത്ത്. വീഴുവാണെങ്കിലും അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് റെയിൻ ഡാൻസ് ആണുള്ളത്. അപ്പൊ ആ റെയിൻ ഡാൻസ് അതും കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ്. പിന്നെ ഇതിന്റെ അപ്പുറത്തുള്ളത് വാട്ടർ സ്ലൈഡുകളാണ്. അവിടെ എന്ന് പറയുന്നത് അവിടെ കണ്ടോ റൗണ്ടുള്ള, അതിനകത്തു നിന്നൊക്കെ ഒരച്ച് വന്ന് ഇതിനകത്തോട്ട് വീഴണം. പിന്നെ അതിൽ നിന്നും അങ്ങനെയുള്ളതാണ്. ഇവിടെ ഒരു ഇത്ര വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ഇത്ര വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മള് മേളിലോട്ട് ഇതിന്റെയൊക്കെ ടിക്കറ്റ് എടുക്കണം. നമുക്ക് ടിക്കറ്റ് എടുത്താലേ കയറാൻ പറ്റുള്ളൂ. ഓരോന്നിനും വേറെ വേറെ സെപ്പറേറ്റ് വിലകളാണ്. ഇത് കണ്ടോ, ഒരു കുട്ടി ഇപ്പൊ അവിടുന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഗൈസ് അവിടെ ഒന്നും നടന്നിട്ടില്ല, ഇനി വരും. അപ്പൊ ഇവിടെയും അതുപോലെ അത് അവിടെ ഐസ്ക്രീമിന്റെ സെക്ഷൻ ഒക്കെ ഉണ്ട്. ഇത് അവിടെ ഒരു സ്പോഞ്ചിന്റെ ഒരു സംഭവമാണ്. അതില് ഇങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കാൻ പറ്റും. ഇതൊക്കെ വെള്ളത്തിന്റെ ആണ്. മേളീന്ന് ഉരച്ച് വന്നാലേ വെള്ളത്തിക്ക് വീഴാൻ പറ്റുള്ളൂ. ഇതിന്റെ എല്ലാത്തിന്റെയും ടിക്കറ്റ് എടുക്കുന്നത് ഇത് അവിടെ നിന്നാണ്. അപ്പൊ നമുക്ക് ഇനി അവിടുത്തെ ടിക്കറ്റ് ഒക്കെ എടുത്താലേ അകത്തോട്ടൊക്കെ കയറി കളിക്കാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ കയറണം. ഇതാണ് ബൗൺസ് ചെയ്യുന്നുണ്ട്. അവര് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ഐസ്ക്രീമും അവിടെ 40 രൂപയ്ക്ക് എന്തൊക്കെയോ ഉണ്ട്. ഇവിടെയാണ് ഇതിന്റെ ഒക്കെ എല്ലാം എടുക്കുന്നത്. ഒരാൾക്ക് എൻട്രി 20 രൂപയാണ്. ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ ഇവിടെ അകത്ത് കയറി വേവ് പൂളിന്റെ അടുത്ത് വന്നു. ഇത് ഓരോ മണിക്കൂർ ഇടവിട്ടാണുള്ളത്. വേവ് പൂള് ഓരോ മണിക്കൂർ ഇടവിട്ടാണുള്ളത്. അപ്പൊ ഇതിനകത്ത് തിരമാലയൊന്നും വന്നിട്ടില്ല. തിരമാലയൊക്കെ വരുമായിരിക്കും. അപ്പൊ നമുക്ക് വേവ് പൂളിൽ കളിക്കാം. ഇപ്പൊ ഇങ്ങ വാ. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, പിള്ളേർക്കൊക്കെ പറ്റിയ ബോട്ടിങ്. അധികം വെള്ളമൊന്നുമില്ല ഇതിനകത്ത്. വീഴുവാണെങ്കിലും അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് റെയിൻ ഡാൻസ് ആണുള്ളത്. അപ്പൊ ആ റെയിൻ ഡാൻസ് അതും കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ്. പിന്നെ ഇതിന്റെ അപ്പുറത്തുള്ളത് വാട്ടർ സ്ലൈഡുകളാണ്. അവിടെ എന്ന് പറയുന്നത് അവിടെ കണ്ടോ റൗണ്ടുള്ള, അതിനകത്തു നിന്നൊക്കെ ഒരച്ച് വന്ന് ഇതിനകത്തോട്ട് വീഴണം. പിന്നെ അതിൽ നിന്നും അങ്ങനെയുള്ളതാണ്. ഇവിടെ ഒരു ഇത്ര വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ഇത്ര വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മള് മേളിലോട്ട് ഇതിന്റെയൊക്കെ ടിക്കറ്റ് എടുക്കണം. നമുക്ക് ടിക്കറ്റ് എടുത്താലേ കയറാൻ പറ്റുള്ളൂ. ഓരോന്നിനും വേറെ വേറെ സെപ്പറേറ്റ് വിലകളാണ്. ഇത് കണ്ടോ, ഒരു കുട്ടി ഇപ്പൊ അവിടുന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഗൈസ് അവിടെ ഒന്നും നടന്നിട്ടില്ല, ഇനി വരും. അപ്പൊ ഇവിടെയും അതുപോലെ അത് അവിടെ ഐസ്ക്രീമിന്റെ സെക്ഷൻ ഒക്കെ ഉണ്ട്. ഇത് അവിടെ ഒരു സ്പോഞ്ചിന്റെ ഒരു സംഭവമാണ്. അതില് ഇങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കാൻ പറ്റും. ഇതൊക്കെ വെള്ളത്തിന്റെ ആണ്. മേളീന്ന് ഉരച്ച് വന്നാലേ വെള്ളത്തിക്ക് വീഴാൻ പറ്റുള്ളൂ. ഇതിന്റെ എല്ലാത്തിന്റെയും ടിക്കറ്റ് എടുക്കുന്നത് ഇത് അവിടെ നിന്നാണ്. അപ്പൊ നമുക്ക് ഇനി അവിടുത്തെ ടിക്കറ്റ് ഒക്കെ എടുത്താലേ അകത്തോട്ടൊക്കെ കയറി കളിക്കാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ കയറണം.
ഇതാണ് ഒരു ഇതാണ് ബൗൺസ് ചെയ്യുന്നുണ്ട്. അവര് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ഐസ്ക്രീമും അവിടെ 40 രൂപയ്ക്ക് എന്തൊക്കെയോ ഉണ്ട്. ഇവിടെയാണ് ഇതിന്റെ ഒക്കെ എല്ലാം എടുക്കുന്നത്. ഒരാൾക്ക് എൻട്രി 20 രൂപയാണ്. പിന്നെ നമുക്കകത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പൊ